നേതാവ് കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹം അതിനിടയിൽ തന്നെ മലയാളികളുടെ ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ വരണമെന്നില്ല. ആ മണ്ഡലത്തിൽ അവർ വരുന്ന ദിവസങ്ങൾ തന്നെ അതിൻ്റെ ഒരു സ്വാധീനം ബാക്കി ദിവസങ്ങളിലേക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ചാണ്ടി ഉമ്മനുമായി ഭിന്നതയില്ല എന്നാണ് പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളുമായി പ്രതികരിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചുമതലകൾ ഏൽപ്പിച്ചതിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി എന്നുള്ള ഒരു പ്രതികരണം ചാണ്ടി ഉമ്മൻ നേരത്തെ നടത്തിയിരുന്നു. അതിനുള്ള പ്രതികരണം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയത്. തനിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ കൃത്യമായിട്ടുള്ള അതിർത്തി പരസ്യമാക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. എല്ലാവർക്കും ചുമതല കൊടുത്തു, അതേസമയം തന്നെ മാത്രം ഒഴിവാക്കി എന്നുള്ളൊരു വിമർശനം കൃത്യമായിട്ട് നടത്തി. കെ സുധാകരന് പിന്തുണ കൊടുത്തപ്പോൾ പോലും എന്തുകൊണ്ട് നേതൃത്വം എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുകയല്ലേ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം എറിയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് നേരെ ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണം അതായിരുന്നു. സഹോദര തുല്യനാണ് ചാണ്ടി ഉമ്മൻ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിനകത്ത്. ഏതായാലും ചാണ്ടി ഉമ്മൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല കൊടുത്തു, തന്നെ മാത്രം ഒഴിവാക്കി. ചാണ്ടി ഉമ്മന്റെ വാക്കുകളിലേക്ക്. ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെത്തട്ട്, അതിന് താഴെത്തട്ട് മുതൽ മേട് വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ല, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യം, എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു. എനിക്ക് അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ ചാണ്ടി ഉമ്മൻ അതിർത്തി ഉണ്ടെന്ന വാർത്ത ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്ത വിഷയം കൂടിയാണ്. അതേസമയം രാഹുൽ പറയുന്നത് അങ്ങനെയല്ല. കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ചാണ്ടി ഉമ്മൻ തനിക്ക് സഹോദര തുല്യനാണ് എന്ന് ഉള്ള പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് പ്രചാരണത്തിനകത്ത് കാണുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് ചോദിച്ചതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നില്ല ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്ന് ആ സമയത്ത് ഉണ്ടായത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണത്തിലേക്ക് കൂടി കടന്ന ശേഷം രാഹുൽ ചാണ്ടി ഉമ്മന്റെ വിമർശനത്തിൽ പാലക്കാട് എംഎൽഎയുടെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു എന്നുകൂടി നോക്കാം. ഇല്ല, എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യം. അല്ല, എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ഭിന്നതയില്ല. അതൊരു ടൈറ്റിൽ കാർഡായി പോവുകയും വേണ്ട. ഇപ്പം കോൺഗ്രസിനകത്ത് രണ്ടാളുകൾ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ആകേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നൊരു വലിയ വിഷയങ്ങളുണ്ട്. ഇപ്പം വൈദ്യുതി ചാർജ് വർധനവ് മുൻപെങ്കും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായി ജനങ്ങളെ ശാസ്ത്രീയമായി ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ട് വൈദ്യുതി ചാർജ് വർധനവ്. യെസ്, ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഇത് പ്രചാരണ സമയത്ത് ഈ വിഷയം ചോദിക്കുന്നു. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നു പാർട്ടി പറയുന്നതനുസരിച്ചാണ് താൻ പ്രചാരണത്തിന് പാലക്കാട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഹോദര തുല്യനാണ് എന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ആ വാക്ക് തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ചാണ്ടി ഉമ്മൻ തനിക്ക് സഹോദര തുല്യനാണ്. അതായത് അന്ന് ആ വിഷയത്തിനകത്ത് പ്രചാരണ സമയമായതുകൊണ്ട് ഒരു വിവാദത്തിന് പോകാതെ ചാണ്ടി ഉമ്മൻ പറഞ്ഞ പ്രതികരണം അതുകൂടിയാണ്. അതായത് ഈ അതൃപ്തി ആ സമയത്ത് തന്നെ പുകഞ്ഞിരുന്നു. അത് മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്ത ഒരു വിഷയമാണ്. അത് പുറത്തേക്ക് വരുമ്പോൾ, തെരഞ്ഞെടുപ്പിന് ശേഷം ചാണ്ടി ഉമ്മൻ അത് പുറത്തു പറയുമ്പോൾ എവിടെയാണ്, ഏത് ടാർഗറ്റിലേക്കാണ് ചാണ്ടി ഉമ്മൻ ആ വിമർശനത്തെ ഉന്നയിക്കുന്നത്?
അപർണ, ഇത് ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ വ്യക്തിപരമായി നിലനിൽക്കുന്ന ഒരു തർക്കം എന്നതിനപ്പുറത്തേക്ക്, ഒരു അഭിപ്രായ വ്യത്യാസം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ മാനമുണ്ട്. അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നതും. കോൺഗ്രസിലെ മാറി വരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കൃത്യമായ പ്രതിഫലനം അത് ഈ നേതാക്കളുടെയൊക്കെ വാക്കുകളിലുണ്ട്. നമുക്കറിയാം, ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടടക്കം വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷനെ മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ഒരു വശത്ത് വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡ് കെ സുധാകരന് ഒപ്പം നിൽക്കുന്ന അനുകൂലമായ ഒരു തീരുമാനമെടുക്കുന്ന സമീപനമുണ്ടാകുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്നു. അതിന് പിന്നാലെ KPCC അധ്യക്ഷനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് ചാണ്ടി ഉമ്മനും രംഗത്തെത്തുന്നു. അതേസമയം തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് വിവേചനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടി ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയം നടന്ന സമയം മുതൽ ചില അതൃപ്തികൾ പാർട്ടിക്കുള്ളിലുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ തരത്തിൽ സജീവമാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ MLA കൂടിയായ ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം വലിയ തരത്തിൽ ചർച്ചയായി മാറുന്നു. പിന്നീട് പ്രചാരണത്തിന്റെ ഒരു പേരിന് പാലക്കാട്ടേക്ക് എത്തിയത് ഒഴിവാക്കിയാൽ പിന്നീട് അവിടെ ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ ആവർത്തിച്ച് പല ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങൾ ചോദിച്ചതാണ്. പക്ഷെ അപ്പോഴൊന്നും വിവാദത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു പ്രശ്നങ്ങളും ചാണ്ടി ഉമ്മന്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് പരസ്യമായ പ്രതികരണമായി കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ആ പറഞ്ഞ രണ്ട് വാചകങ്ങളിൽ എല്ലാ അതൃപ്തിയും ഒരുപോലെ മറ നീക്കിയിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമാണ്. അവിടെ എന്താണ് ആ നേരിട്ട വിവേചനം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തടയപ്പെട്ടത്, ചുമതല നൽകാതെ ചാണ്ടി ഉമ്മൻ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായി മാറും. അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പൊതുവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഏത് തരത്തിലുള്ള പുകയാൻ ഇനിയും കൂടുതലുണ്ട് എന്ന് കൂടി വേണോ വിചാരിക്കാൻ. മുംബൈയിൽ പ്രചാരണത്തിൽ നിൽക്കുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് പാലക്കാട് വരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായികൾ അന്ന് ചാണ്ടി ഉമ്മന്റെ പോസ്റ്റിന് താഴെ നടത്തിയ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ചാണ്ടി ഉമ്മൻ പിന്നീട് പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ചാണ്ടി ഉമ്മൻ ഉത്തരേന്ത്യയിൽ ഈ പ്രചാരണത്തിന്റെ ചുമതല വഹിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ മാധ്യമങ്ങളെ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അന്ന് കോൺഗ്രസിന്റെ ഒരു വിഭാഗം തന്നെ, അല്ലെങ്കിൽ ആ സൈബർ വിഭാഗം തന്നെ ചാണ്ടി ഉമ്മനെതിരെ നടത്തിയ സൈബർ ആക്രമണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം കൂടിയാണോ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? രമേശ് ചെന്നിത്തലയടക്കം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ രണ്ട് വിഭാഗമായി തിരിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം പുകച്ചിലുകളും ഉൾ പാർട്ടി വിഷയങ്ങളും എല്ലാം പുറത്തേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അല്ലേ ഡാൻ? അവരെ കൃത്യമായി പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ആയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മനെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, ചുമതലയിൽ നിന്ന് മാറ്റുന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. അതിൽ ക്ഷോഭിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ അന്ന് നേതൃത്വത്തിനോട് പരസ്യമായ ഒരു പ്രതികരണം നടത്തുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതിൽ തനിക്കുള്ള അതൃപ്തി കൃത്യമായി, താൻ കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ കൃത്യമായി ഈ വിയോജിപ്പ് പരസ്യമാക്കിയിരുന്നു. ഹൈക്കമാൻഡ് നേതൃത്വത്തെ അടക്കം ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് തുടർച്ചയായിട്ടുണ്ടാകുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, ഈ വിയോജിപ്പുകളാണ്. അത് പല ഘട്ടങ്ങളിലും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വിഷയത്തിലടക്കം ചാണ്ടി ഉമ്മൻ മറ്റ് ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു അഭിപ്രായത്തിലായിരുന്നു, മറ്റൊരു യുവമുഖത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായത്തിലായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. പക്ഷേ അത് മറികടന്നുകൊണ്ട് രാഹുൽ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്താതെ, എന്നാൽ തനിക്കുള്ള വിയോജിപ്പ് തന്റെ ശരീരഭാഷയിലൂടെയും പിന്നീടുണ്ടായ സംഭവങ്ങളിലൂടെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ചാണ്ടിയുടെ പരാമർശം. നമുക്കറിയാം, പിന്നീട് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചാണ്ടി ഉമ്മൻ എത്തുകൊണ്ടാണ് പാലക്കാട്ട് എത്താത്തത് എന്ന കാര്യം വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി ആവർത്തിച്ച് മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്കൊന്നും ചാണ്ടി ഉമ്മനോ ഉമ്മൻചാണ്ടിയുടെ കുടുംബമോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന്
വിജയിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു MLA ആയിട്ട്. അതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അതൃപ്തി ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ മാത്രം വിഷയമായി നമുക്ക് നോക്കിക്കാണാനാവില്ല. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മാറി വരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കൃത്യമായ നേർചിത്രമായി തന്നെ മാറുകയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ എതിർപ്പുകളും വിയോജിപ്പുകളും അഭിപ്രായ പ്രകടനം. അതായത് ഡാനി പറയുന്ന പോലെ തന്നെ അന്ന് ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ആ തരത്തിലുള്ള വാർത്ത കൊടുക്കണ്ട എന്ന് ഇങ്ങോട്ട് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട് സമയത്തും പറയുന്നു ചാണ്ടി ഉമ്മൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇത് നിങ്ങളൊരു വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്ന് മാധ്യമങ്ങളോട് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞതാണ്. ആ സമയത്ത് മുംബൈയിൽ CPM പ്രവർത്തകരുടെ കൈകോർത്തു പിടിച്ച് അന്ന് പ്രചാരണ സമയത്ത് ചാണ്ടി ഉമ്മൻ ചിത്രം പങ്കുവെക്കുന്നു. അത് മറ്റൊരു തരത്തിൽ ചർച്ചയാകുന്നു. അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൈബർ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല ചാണ്ടി ഉമ്മൻ എന്ന് A ഗ്രൂപ്പിന്റെ പ്രവർത്തകർക്ക് നൽകിയ സന്ദേശമാണ് ഇത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് ഉണ്ടായത്. ഇത് ഈ തുറന്നു പറച്ചിലൂടെ ചാണ്ടി ഉമ്മന്റെ തുറന്നു പറച്ചിലൂടെ അത് അവസാനിക്കുകയില്ല. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും വരാനുള്ള സാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ BJP പാളയത്തിൽ ഇരിക്കുന്ന പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നടത്തിയേക്കാം. അതാണ് പ്രതീക്ഷിക്കേണ്ടത് ഈ മിനിറ്റിൽ, അല്ലേ? നേതാക്കൾ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ K കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ഒക്കെ ഒപ്പമുണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ഏത് തരത്തിലായിരിക്കും ഈ പ്രതികരണങ്ങളോട് പ്രതികരിക്കുക എന്നത് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC അധ്യക്ഷനുമൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ അതടക്കം വലിയ തരത്തിൽ ചർച്ചയായി മാറും. മാത്രമല്ല KPCCയിൽ പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട നേതൃമാറ്റം വേണമെന്ന നിലപാട് ശക്തമാക്കി ഒരു വിഭാഗം വലിയ തരത്തിൽ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിൽ ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില പുകച്ചിലുകൾ അത് മറനീക്കി പുറത്തേക്ക് വരുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതികരണങ്ങൾ എത്തുകയാണ്. അതാണ് എടുത്തു പറയേണ്ടത് കാര്യം. ഡാന, അതായത് പറഞ്ഞു വരുന്ന പോലെ തന്നെ വ്യക്തമാണ് കുറച്ചും കൂടെ VD സതീശനെതിരെ, ഷാഫി പറമ്പലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചാണ്ടി ഉമ്മൻ പറയുന്നത് പ്രകടമാക്കുന്ന അതൃപ്തിയൊക്കെ ഏത് ഭാഗത്തൊക്കെയാണ് തിരിയുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം K സുധാകരനുള്ള തന്റെ പിന്തുണ അതിനൊപ്പം പറഞ്ഞു പോകുകയും ചെയ്യുന്നു ചാണ്ടി ഉമ്മൻ. ഇനി രമേശ് ചെന്നിത്തല അത് ഏത് തരത്തിലായിരിക്കും ഇത്തരം പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞൊഴിയുന്നതിനപ്പുറത്തേക്ക് ഒരു വിലയിരുത്തലിലേക്കൊക്കെ രമേശ് ചെന്നിത്തല കടക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് അത് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പക്ഷേ അപർണ, രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് KPC ആസ്ഥാനത്ത്. അദ്ദേഹം ഈ വിഷയത്തിലടക്കം കൃത്യമായ പ്രതികരണം അല്പസമയത്തിനകം നടത്തിയേക്കും എന്ന് തന്നെയുള്ള സൂചനകളാണ് പുറത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെയാണ് സൂചിപ്പിച്ചത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റണം എന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾ ശക്തമാക്കുകയും അത് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് നേതൃത്വം അത് മുഖവിലേക്കെടുത്തില്ല. അവർ K സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിനോട് മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഡാൻ കുര്യൻ KPCC